എത്ര ചീകിയാലും നേരാവാത്തൻ്റെ മുടിയും ചീകി വൃത്തിയാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഓരോരോ വീട്ടിലായിട്ട് സദ്യ കഴിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ വൈറ്റ് ഷർട്ട് ഇട്ട് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ എൻ്റെ മാല കാണാനില്ല. അങ്ങനെ വീട്ടിലില്ലാത്ത അമ്മേനെ വിളിച്ച് അമ്മ എൻ്റെ മാല ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയാതെ അപ്പുറത്തുണ്ടെന്ന്. അമ്മാസ് മാജിക്കൽ പവർ ഗൈസ്, മാല കിട്ടി. അങ്ങനെ ഒരു പുഷ്പിക്കലും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ചെരുപ്പിൽ അപ്പടിച്ചല്ലേ അതെല്ലാം കഴുകി വൃത്തിയാക്കി നേരെ പോയത് അടുത്ത വീട്ടിലേക്ക്. അവിടെ പായസം റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഒരു പൈനാപ്പിൾ എടുത്ത് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ പായസം അത് അവിടെ ആവിയും പറത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അനിയത്തിക്കുട്ടി അതും ആറ്റി ഒരു ഗ്ലാസ്സിൽ വെച്ചങ്ങ് തന്ന് അതും കുടിച്ച് അവളോട് ടാറ്റയും പറഞ്ഞ് സദ്യ കഴിക്കാൻ പിന്നീട് വരാമെന്നും പറഞ്ഞ് വണ്ടി എടുത്ത് നേരെ ചെന്നിട്ട് ആ തെണ്ടി അവിടെ ഉണ്ടാവുക എന്തോ. അവനും വൈറ്റാണ് ഇട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും വെള്ള നെയ്യും വെള്ളക്കാർ എന്നും പറഞ്ഞ് അവനെ വണ്ടി കയറ്റിയപ്പോൾ അവന് ഒടുക്കത്തെ തള്ളും തള്ളിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അരമണിക്കൂർ തള്ളിന് ശേഷം ഞങ്ങൾ ചങ്കിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ണേട്ടൻ ഞങ്ങളോട് പറയാം അച്ചാസില്ലാതെ ഫുഡ് തരൂല. അങ്ങനെ അച്ചാസിന് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വണ്ടിയും തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴി അങ്ങനെ അവനെ വഴക്കും പറഞ്ഞ് അജാസിൻ്റെ വീട്ടിലെത്തി. അജാസേ നീ ഇല്ലാതെ കണ്ണേട്ടൻ ചോറ് തരില്ലടാ എന്ന് കരഞ്ഞു പറഞ്ഞ് അവനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി. ഞങ്ങൾ വീണ്ടും കണ്ണേട്ടൻ്റെ വീട്ടിലെത്തി നോക്കുമ്പോൾ അത് അവിടെ എല്ലാ തെണ്ടികളും നേരത്തെ എത്തിയിരിക്കുന്നു ഗായ്സ്. പിന്നെ ഒരു അരമണിക്കൂർ വിശന്നിരിക്കുന്നു ഞങ്ങൾ അവിടെ ഇരുത്തി ഭ്രാന്ത് പിടിപ്പിച്ചതിന് ശേഷമാണ് കണ്ണേട്ടൻ വാ സദ്യ കഴിക്കാമെന്ന് പറഞ്ഞത്. എന്തായാലും സദ്യക്ക് വേണ്ട ഓരോരോ ഐറ്റംസും കണ്ണേട്ടയിലേക്ക് തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ചോറും കഴിച്ച് പായസം കുടിച്ച് കണ്ണേട്ടനോട് ടാറ്റ അടുത്ത ഓണത്തിന് വരാമെന്നും പറഞ്ഞ് ലൈഷ്ണവിൻ്റെ വീട്ടിലേക്ക് നേരെ വെച്ച് പിടിച്ചു. വീട് കണ്ടെത്താൻ കുറച്ച് പ്രയാസപ്പെട്ടുവെങ്കിലും അവസാനം ഒരുപാട് കറക്കത്തിന് ശേഷം കണ്ടെത്തി. വീട്ടിനകത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ചെക്കൻ നിൽക്കുന്നു. താടാ പായസം കുടിക്കടാ എന്നും പറഞ്ഞ് 2 ഐറ്റം പായസം തന്നു. അങ്ങനെ പായസം കുടിച്ച് അവൻ്റെ കൂടെ ഒരു സെൽഫി എടുത്ത് നേരെ പയ്യനാട്ടിലേക്ക് വെച്ച് പിടിച്ചു. പയ്യനാട് കുട്ടിപ്പാറയിലെ കൊട്ടൂരവിലും ലാലേട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. അങ്ങനെ ലാലേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ 2 പൂക്കളം. ഹായ് പൂക്കളെന്ന് പറഞ്ഞപ്പോൾ വരുന്നു ലാലേട്ടൻ. ലാലേട്ടാ എന്നും വിളിച്ച് നേരെ പോയിരുന്നു. സ്നേഹനിധിയായ ലാലേട്ടൻ ഞങ്ങൾക്ക് സദ്യ വിളമ്പി തന്നു. സദ്യം കഴിച്ച് പായസം കുടിച്ച് ലാലേട്ടൻ്റെ കൂടെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്ന് സെൽഫി എടുത്ത് പോകാൻ നേരത്തിൽ ടാറ്റ പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറയുക ഇവിടെ നിന്നല്ലടാ അവിടെ നിന്ന് എടുക്കാം. അങ്ങനെ അവിടെ നിന്ന് ടാറ്റയും കൊടുത്ത് നേരെ ഞങ്ങൾ വേറൊരു ചങ്കിനെ എടുത്ത് കോട്ടക്കുന്നിലേക്ക് വെച്ച് പിടിച്ചു. അവിടുത്തെ സ്റ്റെപ്പെല്ലാം കയറി പണ്ടാരടങ്ങി മുകളിലെത്തിയപ്പോൾ എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി. എൻ്റെ കൂടെ ഇവനെ കണ്ടത് അവനും വന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഐസ്ക്രീം വാങ്ങി. അവരുടെ ഐസ്ക്രീം ഞാൻ നക്കി നോക്കി. ഹായ് എന്താ ടേസ്റ്റ്. പക്ഷേ ഞാൻ അവർക്ക് കൊടുത്തില്ല. അങ്ങനെ ഓരോ കുട്ടികളെയും ഐസ്ക്രീം കാണിച്ച് കൊതിപ്പിച്ച് ഞാനൊരു സ്ഥലം കണ്ടെത്തി. എൻ്റെ കൂടെ അവരും വന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരു സെൽഫി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നടുക്ക് നിൽക്കുന്ന ഈ തെണ്ടി പറയും ഇപ്പോൾ ഇവിടെ ലേറ്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് നാളെ എടുക്കാം. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എടാ നാളെ താത്ത ഇങ്ങൾക്കൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജോലിയിലായിരിക്കും. പിന്നെ ഇവൻ്റെ വക കുറേ പട്ടിച്ചു. അവനവിടെ പട്ടിച്ചും കാണിച്ചിരിക്കട്ടാവാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഞാൻ ഇവരും കൂട്ടി താഴെ ഇറങ്ങിയപ്പോൾ അവൻ വന്നിട്ട് പറയാം ഡാ ഞാനും ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവൻ ചോദിക്കുക എവിടെ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയാമോ. അപ്പം ഞാൻ പറഞ്ഞതാ നമുക്ക് എണ്ണിയാലോ. അങ്ങനെ ഞങ്ങൾ എണ്ണാൻ തീരുമാനിച്ചു. അങ്ങനെ എണ്ണി അവസാനം എത്തിയപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എത്ര സ്റ്റെപ്പായിരുന്നു. അപ്പോൾ അവൻ പറയാം ഞാൻ എണ്ണിയില്ല നീ എണ്ണിയില്ലെന്ന്. ഞാൻ പറഞ്ഞു എടാ ഞാനല്ല നീയല്ല എണ്ണുണ്ട്. ആ ഒരു ചോദ്യത്തെ തുടർന്ന് പിന്നീട് അവിടെ ഭയങ്കര അടി നടന്നു. പിന്നെ ഞങ്ങൾ 3 പേരും 3 വഴിക്ക് പോയി. ഇതായിരുന്നു ഞങ്ങളുടെ ഓണം.